വെച്ചാൽ തൃശൂർ മറ്റത്തൂരിൽ വീണ്ടും മലക്കമർച്ചിലുണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ബിജെപിയുമായുള്ള സഖ്യം അറിയാതെയെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച പഞ്ചായത്ത് അംഗം പറയുന്നു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് താൻ അറിഞ്ഞതെന്ന് അക്ഷയ് സന്തോഷ് പറയുന്നു. വർഗീയ ശക്തിയായ ബിജെപിയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അക്ഷയ് പറഞ്ഞു. ബിജെപിയുമായുള്ള സഖ്യത്തിൽ വാർഡ് മെമ്പർമാരടക്കം 10 പേരെ കോൺഗ്രസ് നേരത്തെ പുറത്താക്കിയിരുന്നു. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളുടെ ഇന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. പുറത്തിറങ്ങിയപ്പോഴാണ് ബിജെപി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ്. ആര്യ വിനോദ് വീണ്ടും ചേരുന്നു. ആര്യ, അവിടെ വലിയ നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടായി. അതിനൊടുക്കമാണ് ഇങ്ങനെ ഒരു വിചിത്ര സഖ്യവും ഒപ്പം ബിജെപി അംഗങ്ങളുമായി കൂട്ടിച്ചേർന്ന ഒരു മുന്നണി ഉണ്ടാക്കുകയും അവരുടെ പ്രസിഡന്റ് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു കൂട്ടുകെട്ടാണ് അതിനകത്ത് ഉണ്ടായത് എന്ന ഈ വാർഡ് മെമ്പറുടെ പ്രതികരണത്തെ എത്ര കണ്ട് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റും? ഇനിയിപ്പോൾ എന്തെല്ലാം നടപടിക്ക് അവിടെ സാധ്യതയുണ്ട്? സെയ്ഫ്, വീണ്ടും ഒരു മലക്കുമറിച്ചിലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ പാർട്ടി 8 പേരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം, 8 ജയിച്ച 8 പേരെയും അതുപോലെ തന്നെ 2 പേരെയും പുറത്താക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ 10 പേരെയായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്നാണ് ഇപ്പം ബിജെപി കൂട്ടുകെട്ട ബിജെപിയെ പിന്തുണച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിന്തുണയോടുകൂടിയായിരുന്നു ഈ ഒരു ഇവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അക്ഷയ് എന്ന വാർഡ് മെമ്പർ പറയുകയാണ്, ഈ ഒരു കൂട്ടുകെട്ട് അറിയാതെയാണ് ഞാൻ രാജിവെച്ചത് എന്നുള്ള കാര്യം, വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നും അക്ഷയ് ഇതിൽ നിന്നും ഊരുന്നു എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇതറിയാതെ വോട്ട് ചെയ്തു, അതിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള കാര്യമാണ് അക്ഷയ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ നടപടികൾ എന്താണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.